ഹായ് ഇന്ന് നമുക്ക് എ സി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സ് എന്താണ് നമ്മൾ ജസ്റ്റ് വേഗം പറഞ്ഞു പോകണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ എന്തൊക്കെ പഠിക്കണം ഈ പാഠത്തിൽ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരാമെന്ന് ജസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നടക്കാം. എ സി അല്ലെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമുക്ക് കാര്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് ഡെറിവേഷൻ ഒന്നും നമ്മൾ പറയില്ല, പക്ഷേ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് വേഗം നടക്കാം. നോക്കിക്കോ, ജനറൽ ഫോം ഓഫ് എ സി നിങ്ങൾക്കറിയാം V = V0 sin ωt എന്നും അതേപോലെ തന്നെ I = I0 sin ωt എന്നും എഴുതാലോ. സോ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഫൈൻഡ് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്, അല്ലെങ്കിൽ RMS കറണ്ട് ഓർ വോൾട്ടേജ്, അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എത്രയാണ്, ടൈം പീരീഡ് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാം. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് V = ഒരു 10 sin 2πt എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങളോട് പല രീതി ചോദിക്കാം. പീക്ക് വാല്യൂ എത്രയാണ് ചോദിക്കാം, അത് ഏത് ഫോമിലാണ്? V = V0 sin ωt അല്ലേ. സോ പീക്ക് വാല്യൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എഴുതി കൂടെ. പീക്ക് വാല്യൂ എത്രയാണ്? 10 വോൾട്ട് ആണ്. ഓക്കെ, ഇനി എന്താണ് RMS കറണ്ട്? RMSന്റെ ഒരു ഐഡിയ വേണം. RMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RMS വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് V0/√2 ആയിരിക്കും. RMS കറണ്ട് പറഞ്ഞത് I0/√2 ആയിരിക്കും അല്ലേ. സോ V0/√2 എന്നൊക്കെ എഴുതാം. 1/√2 0.707 എന്നൊക്കെ എഴുതാം. സോ 0.2707 ഇൻറ്റു V0 എന്ന് എഴുതാം. അപ്പോൾ V0 എത്രയാണ്? 10 ആണ്. സോ 0.707 ഇൻറ്റു 10 വിച്ച് മീൻസ് 7.07 വോൾട്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം അല്ലേ, ഇങ്ങനെയൊക്കെ എഴുതാം. സോ RMS അവിടെ കിട്ടി. പിന്നെ എന്താണ് ആംഗുലർ ഫ്രീക്വൻസി? ഒമേഗയാണ് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി വിളിക്കുക. നോക്കിക്കോ V = V0 sin ωt അല്ലേ. സോ ആ ടീൻ്റെ കൂടെ കിടക്കുന്ന ആൾ ഒമേഗയാണ്. സോ ഒമേഗ = 2π നമുക്ക് കിട്ടും. 2π radians/second കിട്ടും അല്ലേ. ഇനി അതേപോലെ തന്നെ എന്താണ് ടൈം പീരീഡ്? T = 2π/ω അല്ലടാ. സോ 2π/2π അല്ലെങ്കിൽ എത്ര കിട്ടും? 1 സെക്കൻഡ് കിട്ടും. ഫ്രീക്വൻസി എത്ര തന്നെ കിട്ടും? ഫ്രീക്വൻസി 1 ടൈം പീരീഡ് അല്ലേ. സോ അതും 1 തന്നെ കിട്ടും. സോ ഇങ്ങനത്തെ ജനറൽ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാം. സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി പഠിക്കേണ്ടതാണ് AC ത്രൂ R സർക്യൂട്ട്, AC ത്രൂ L സർക്യൂട്ട്, AC ത്രൂ C സർക്യൂട്ട്. ഓക്കെ, ഇത് മൂന്നിലും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തായിരുന്നു ജനറേറ്റർ ഇല്ലേ, AC ജനറേറ്ററിൽ ഉണ്ടാക്കിയുള്ള ആ ഒരു EMF അല്ലെങ്കിൽ ആ ഒരു വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. V = V0 sin ωt 3 പേർക്കും. ഓക്കെ, എന്നാൽ കറണ്ട് നോക്കിക്കോ. R സർക്യൂട്ടിൽ ജനറേറ്റഡ് കറണ്ട് I = I0 sin ωt ആയിരിക്കും. അതേപോലെ തന്നെ L സർക്യൂട്ടിൽ ജനറേറ്റഡ് കറണ്ട് I = I0 sin ωt - π/2 ആയിരിക്കും. അതേപോലെ തന്നെ C സർക്യൂട്ടിൽ I = I0 sin ωt + π/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ R സർക്യൂട്ടിൽ നോക്കിയാൽ രണ്ടുപേരും ഒരേ ഫേസിലാണ്. രണ്ടുപേരും നോക്കിയാൽ sin ωt അല്ലേ, രണ്ടുപേരും ഒരേ ഫേസിലാണ്. സോ അവരുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ഐഡിയ വേണം. ഒരേ ഫേസിലാണ് അല്ലേ. സോ ഒരു ωt എടുത്തിട്ട് ഇങ്ങനെ രണ്ട് ലെങ്ത് അല്ലെങ്കിൽ രണ്ട് മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് ലൈൻ വരയ്ക്കുക. കൂട്ടത്തിൽ മാഗ്നിറ്റ്യൂഡ് കൂടിയത് V0 ആയിരിക്കും, കുറഞ്ഞത് I0 ആയിരിക്കും. കാരണം എന്താ? V = IR ആണ്. VK ആയിരിക്കും I-നേക്കാൾ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഫേസർ വരയ്ക്കാനുള്ള ഐഡിയ വേണം. ഒപ്പം തന്നെ ഇതൊക്കെ ഡിറൈവ് ചെയ്യാനുള്ള ഐഡിയ വേണം. അപ്ലൈഡ് വോൾട്ടേജിന് എങ്ങനെ ജനറേറ്റഡ് കറണ്ട് എത്താം, ആ ഒരു ഡെറിവേഷൻ്റെ ഐഡിയ വേണം. സോ AC ത്രൂ L സർക്യൂട്ടിൽ എന്തായിരിക്കും? V = V0 sin ωt ആയിരിക്കും. I = I0 sin ωt - π/2 ആയിരിക്കും. നോക്കിക്കോടാ, ഇവർ നോക്കിക്കോ, കറണ്ട് കുറച്ച് ബാക്കിലല്ലേ, കറണ്ട് ഒരു 90 ഡിഗ്രി ബാക്കിലാണ്. സോ നമുക്ക് പറയാം കറണ്ട് ലാഗ്സ് വോൾട്ടേജ് π/2 അല്ലേ. കറണ്ട് ലാഗ് ചെയ്യുന്ന വോൾട്ടേജ് വെച്ചിട്ട് എത്ര? π/2 ആയിട്ട്. സോ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന നോക്കിക്കോ. V0 മീൻസ് V0 എന്ന സാധനം ωt ആംഗിളിൽ വരച്ചു. ഓക്കെ, I0 പറഞ്ഞാൽ -π/2. സോ ഇങ്ങോട്ടായിരുന്നു ശരിക്കും നമ്മൾ ആംഗിൾ മെഷർ ചെയ്യേണ്ടത്, പക്ഷേ -π/2 ആയിട്ട് താഴത്തോട്ട്. സോ ഇതാ I0 അങ്ങനെ വരും ഫേസർ ഡയഗ്രാം. ഓക്കെ, അപ്പം ആ ഒരു ഫേസർ ഡയഗ്രാം പഠിക്കുക. പിന്നെ ഇതെങ്ങനെയാണ് ഈ ജനറേറ്റഡ് കറണ്ട് ഇക്വേഷൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. ഓക്കെ, നമ്മൾ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടായിരുന്നു. ഒരു ഇൻ്റഗ്രേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ആ ഡെറിവേഷൻ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. അതേപോലെ തന്നെ AC ത്രൂ C സർക്യൂട്ട് V = V0 sin ωt ആയിരിക്കും. I = I0 sin ωt + π/2 ആയിരിക്കും. ഓക്കെ, ഇതൊരു ഡിഫറൻസിയേഷൻ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവും. മീൻസ് Q = CV എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. Q = CV0 വരും. I = Q/T എന്നൊക്കെ വരും. D/dt of Q വരും. ഓക്കെ, അങ്ങനെ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഇക്വേഷൻ വരിക. സോ നിങ്ങളിവിടെ മനസ്സിലാക്കി, ഇവിടെ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് π/2 ആയിരിക്കും. ഫേസർ ഡയഗ്രാം നോക്കിക്കോ, π/2 മീൻസ് കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ. ഓക്കെ അല്ലേ, ഇതാണ് ഫേസർ ഡയഗ്രാം. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ രണ്ട് സാധനത്തിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ജനറേറ്റഡ് കറണ്ട് കിട്ടുന്നുള്ളത്. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. പിന്നെ AC ത്രൂ LCR സർക്യൂട്ട്. അപ്പം ഇവിടുന്ന് എങ്ങനെ ഇമ്പിഡൻസ് ഡിറൈവ് ചെയ്യാന്നുള്ളൊരു ഐഡിയ വേണം. ഓർമ്മയുണ്ടോ? VL > VC അല്ലെങ്കിൽ VC > VL എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിസൾട്ടൻ്റ് ഒക്കെ എടുത്തിട്ട്, അതായത് ഞാൻ പറയാം മീൻസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇതാക്കിയിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം കറണ്ട് എല്ലാവർക്കും സെയിം ആയിരിക്കും. കാരണം സീരീസ് LCR സർക്യൂട്ടാണ്. സോ കറണ്ട് മൂന്നിലൂടെയും സെയിം ആയിരിക്കും. സോ കറണ്ട് ഞാൻ ഫിക്സ്ഡ് ഡയറക്ഷൻ ആയിട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ VR നോക്കിക്കോ, അതേ ഫേസിലായിരിക്കും വരിക അല്ലേ, ആ ലൈനിലായിരിക്കും വരിക. VL എന്തായിരിക്കും? മീൻസ് കറണ്ട് ലീഡ്സ് വോൾട്ടേജ് π/2 ആയിരിക്കും അവിടെ കപ്പാസിറ്റർക്ക്. സോ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് താഴെയായിരിക്കും, VC താഴെയായിരിക്കും. കാരണം കറണ്ട് ലീഡ്സ് വോൾട്ടേജ് π/2 ആണ് ആരുടെ കേസിൽ? ഇതാ കപ്പാസിറ്ററിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ കറണ്ട് ഇവിടെയാണെങ്കിൽ വോൾട്ടേജ് ബാക്കോട്ട് വരേണ്ടതാണ്. ഓക്കെ, ഈ ഇൻഡക്ടറിൻ്റെ കേസിലോ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് π/2. സോ കറണ്ട് ബാക്കിലാണോ, അങ്ങനെയാണ് വോൾട്ടേജ് മുന്നിലാണോ, VL വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ VL > VC വെച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം നമുക്ക് VL
മൈനസ് വി സി ആയിട്ട് കിട്ടും. ഓർമ്മ ഉണ്ടോ? ഈ ഭാഗം നമുക്ക് വി എൽ മൈനസ് വി സി ആയിട്ട് കിട്ടും, ഇവിടെ വി ആർ ആയിട്ട് കിട്ടും. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. ആ റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ കാണാമായിരുന്നു? ഇതാ ജസ്റ്റ് ഇങ്ങനെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഉള്ള ആംഗിൾ ഫൈ ആയിരിക്കും, കറണ്ട് ഇതാ ഇവിടെ ആയിരിക്കും, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇത് തന്നെയായിരിക്കും, അവിടെ തന്നെയാണ് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ വരിക. സോ ഇത് നമുക്ക് ഡിറൈവ് ചെയ്തിട്ടൊക്കെ നമുക്ക് കിട്ടിയ എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓഫ് ദിസ് എൽ സി ആർ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി. ഇത് വി എൽ മൈനസ് വി സി ആയിരിക്കും, കാരണം ഇത് ഗ്രേറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കുറവായിരിക്കുമല്ലോ. സോ റിസൾട്ടൻ്റ് വി എൽ മൈനസ് വി സി ഡയറക്ഷനിലായിരിക്കും, ഇവിടെ വി ആറും ഉണ്ടാവും. ഓക്കെ, സോ വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ജസ്റ്റ് പൈത്തഗോറസ് തിയർ ആണ്. ഈ ലെങ്ത് കിട്ടണമെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ കിട്ടണം. ഈ ഹൈറ്റ് പറഞ്ഞാൽ വി എൽ മൈനസ് വി സി ആയിരിക്കും. മനസ്സിലായോ? ഈ ഹൈറ്റ് പറഞ്ഞാൽ വി എൽ മൈനസ് വി സി ആയിരിക്കും. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓഫ് ദിസ് എൽ സി ആർ സോഴ്സ് അല്ലേ, പീക്ക് വോൾട്ടേജ് ഓഫ് എൽ സി ആർ സോഴ്സ്, പീക്ക് വോൾട്ടേജ് ഓഫ് എൽ സി ആർ സോഴ്സ്. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു ഡെറിവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പിഡൻസ് കിട്ടിയിരുന്നു. സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. എന്തായിരുന്നു ഇമ്പിഡൻസ്? ഇവർ 3 പേരും കൂടെ ഈ എൽ സി ആർ സർക്യൂട്ടിൽ ഉണ്ടാക്കുന്ന ആ റെസിസ്റ്റൻസ്, ആ ഒരു നെറ്റ് റെസിസ്റ്റൻസ് ഇല്ലേ, നെറ്റ് ഒപ്പോസിഷൻ ഇല്ലേ, അതിനാണ് നമ്മൾ ഇമ്പിഡൻസ് വിളിക്കുക. ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ ഓർമ്മ വേണം, കുഴപ്പമില്ലല്ലോ. ഇത് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു ട്രയാങ്കിളും കൂടെ ഓർത്ത് വെച്ചോ. നോക്കിക്കോ, ഇതേപോലെ തന്നെ വേണ്ട, ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ആരില്ല. ഓക്കെ, ഇതവിടെ നിന്നോട്ടെ. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, മീൻസ് ബാക്കിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വെച്ച് ന്യൂമറിക്കൽസ് ചോദിക്കാം, ഇമ്പിഡൻസ് ഒക്കെ ചോദിച്ചുകൂടെ? ഇങ്ങനെ ഒരു സർക്യൂട്ട് വന്നിട്ട് നോക്കിക്കോ, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. നിങ്ങളോട് എന്താണ് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് എന്ന് ചോദിക്കാം. ഉദാഹരണത്തിന് ഞാൻ തരികയാണ്, ഇവിടെ റെസിസ്റ്റൻസ് ഞാൻ പറയുന്നു നോക്കിക്കോ, ഒരു 3 ആണ്, 3 ഓം ആണ്. ഓക്കെ, ഇത് 6 ആണ് കേട്ടോ. അപ്പം ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിന് എന്താ വിളിക്കുക? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, എക്സ് എൽ എന്നാണ് വിളിക്കുക. അതൊരു 10 ആണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് എക്സ് സി കപ്പാസിറ്റൻസ് അല്ലേ, മീൻസ് എന്താണ് എക്സ് സി കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയിരിക്കും. സോ നമുക്ക് അത് ഇപ്പോൾ ഏകദേശം ഒരു 6 കൊടുക്കാം, 6 ഓം. ഇതൊക്കെ യൂണിറ്റ് ഓം ആയിരിക്കും. സോ ഇമ്പിഡൻസ് കണ്ടുകൂടെ? സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ. 10 മൈനസ് 6 എത്രയാണ്? 4 സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 9 പ്ലസ് 16 എന്ന് വെച്ചാൽ റൂട്ട് 25 ഇസ് ഈക്വൽ ടു 5 ഓം ആയിരിക്കും ഇമ്പിഡൻസ് ആയിട്ട് വരിക. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് വരാം. ഓക്കെ അല്ലേ? സോ ഇത് ഡിറൈവ് ചെയ്യാനുള്ള ഐഡിയ വേണം, ഇമ്പിഡൻസിനൊക്കെ എത്താനുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. ഒന്നുമില്ല, വി ഇസ് ഈക്വൽ ടു ഐ ആർ വെച്ചിട്ട് ആ ഐ ടേംസിനൊക്കെ ഈ ഉള്ളിലൊരു ഐ സ്ക്വയർ വരും, അത് പുറത്തെടുത്ത് കട്ടായിട്ടാണ് ഇത് വരിക. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെറിവേഷൻ നോക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ പവർ ഡെസിപ്പേറ്റഡ് ഇൻ എൽ സി ആർ സർക്യൂട്ട്. പവർ ഡെസിപ്പേറ്റഡ് ഇക്വേഷൻ ആണ് എന്തായിരുന്നു? വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ പവർ ഡെസിപ്പേറ്റഡ് ഇൻ ആർ സർക്യൂട്ട് എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, കോസ് ഫൈ എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ജസ്റ്റ് എല്ലാ ടേംസും ജസ്റ്റ് പറഞ്ഞുതരാം. കോസ് ഫൈനെ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. എന്താണ് പവർ ഫാക്ടർ? ഐ ആർ എം എസിന് എന്ത് പറയാം? I0/√2 ഐ ആർ എം എസ് എന്ന് വിളിക്കുക. വി ആർ എം എസ് എന്ത് വിളിക്കാം? V0/√2 ആണ് ഈ വി ആർ എം എസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പവർ ഡെസിപ്പേറ്റഡ് ഇൻ ആർ സർക്യൂട്ട് എത്രയായിരിക്കും? ആലോചിച്ച് നോക്കുക. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഫേസ് ആണ്, കറണ്ടും ആ വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആണ് അല്ലേ. അപ്പം റെസിസ്റ്റർ സർക്യൂട്ടിൽ ആ ഫേസ് എത്രയാണ്? 0 ആണ് അല്ലേ, ഫേസ് ആംഗിൾ 0. അവർ രണ്ടുപേരും ഒരേ ഫേസിലല്ലേ. ഓക്കെ, നമ്മൾ ആ ഫിഗർ വരച്ച് ഓർമ്മ, രണ്ടുപേരും ഒരേ ഫേസിലാണ്. സോ നമുക്ക് ഫൈൻ്റെ വാല്യൂ 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് 0 പറഞ്ഞാൽ 1 ആണ്. സോ പവർ ഡെസിപ്പേറ്റഡ് വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് എന്നാണ് വരിക. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ പവർ ഡെസിപ്പേറ്റഡ് ഇൻ എൽ ആൻഡ് സി സർക്യൂട്ട്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ അറിയോ? ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഫേസ് എത്രയാണ്? 90. ഒന്നിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ്, ഒന്നിൽ കറണ്ട് ലാക്സ് വോൾട്ടേജ് ഒക്കെ അല്ലേ. അതൊക്കെ 90 വെച്ചിട്ടല്ലേ. 90 ആണെങ്കിൽ കോസ് 90 0 ആയിരിക്കും. സോ ഇവരുടെ രണ്ടുപേരുള്ള പവർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇവർക്ക് രണ്ടുപേർക്കും പവർ ഡെസിപ്പേഷൻ ഇല്ല. കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പവർ ഡെസിപ്പേഷൻ ഇല്ല അല്ലേ. കറണ്ട് ഇവരിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പവർ ഡെസിപ്പേറ്റഡ് ആയിട്ട് പോകുന്നില്ല, അതായത് ഹീറ്റ് ആയിട്ട് പോകുന്നില്ല. ഓക്കെ, സോ ഇവരെ നമുക്ക് വാട്ട്ലെസ് കറണ്ട് എന്നൊക്കെ വിളിക്കാം, വാട്ട്ലെസ് കറണ്ട് എന്നൊക്കെ വേണേൽ വിളിക്കാം. ഓക്കെ, എൽ സർക്യൂട്ടിനെയും സി സർക്യൂട്ടിനൊക്കെ അങ്ങനെ വിളിക്കാം. അതായത് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ എന്താണ്? പവർ ഡെസിപ്പേഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വിളിക്കാം. ഓക്കെ, സോ അത് അവിടെ കഴിഞ്ഞു. പിന്നെ റെസണൻസ് കണ്ടീഷൻ എന്താണെന്നുള്ള ഓർമ്മ വേണം. റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ടും അതേപോലെ തന്നെ മിനിമം വാല്യൂ ഓഫ് ഇമ്പിഡൻസും വരണം. മാക്സിമം കറണ്ട് അലൗ ചെയ്യിക്കണം, അതേപോലെ തന്നെ മിനിമം ഇമ്പിഡൻസ് ആയിരിക്കണം. സോ ഇത് വെച്ചിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് റെസണൻസ് ഫ്രീക്വൻസി എത്ര, ആംഗുലാർ റെസണൻസ് ഫ്രീക്വൻസി എത്ര, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു സമയത്ത് അതായത് റെസണൻസ് കണ്ടീഷനിൽ XL = XC ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാണ് റെസണൻസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ റെസണൻസ് കണ്ടീഷനിലുള്ള ആംഗുലാർ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിക്കാം. ഒന്നുമില്ല, XL നമുക്ക് L ഒമേഗ എന്ന് എഴുതായിരുന്നു, XC-നെ 1/C ഒമേഗ എന്ന് എഴുതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഒക്കെ ഒരു സൈഡിലേക്ക് കലക്ട് ചെയ്യുകയാണെങ്കിൽ ഒമേഗ സ്ക്വയർ = 1/LC എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. ഒമേഗ = 1/√LC എന്ന് എഴുതായിരുന്നു. സോ ഇതിനെയാണ് ആംഗുലാർ റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറയാം. ആംഗുലാർ റെസണൻസ് ഫ്രീക്വൻസി കഴിഞ്ഞു. ഇനി വെറും ഫ്രീക്വൻസി ചോദിക്കുകയാണെങ്കിൽ F ആണ് നമ്മളോട് ഉദ്ദേശിച്ചത്. സോ ഒമേഗ = 1/√LC ആണെങ്കിൽ ഒമേഗനെ 2πf എന്ന് വിളിക്കായിരുന്നു. 2πf = 1/√LC എന്ന് വരും. അങ്ങനെയാണ് F = 1/2π√LC. സോ വെറും ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ
ഇതാണ്. ഓക്കെ, റെസണൻസ് ഫ്രീക്വൻസി ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും. ആംഗുലർ റെസണൻസ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഒമേഗ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മിനിമം വാല്യൂ ഓഫ് ഇമ്പിഡൻസ് എത്രയാണെന്ന് നോക്കിക്കൂടെ? നോക്കോ. അപ്പോൾ വാല്യൂ ഓഫ് വേണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാല്യൂ ഓഫ് ഇമ്പിഡൻസ് അറ്റ് റെസണൻസ്, വാല്യൂ ഓഫ് ഇമ്പിഡൻസ് അറ്റ് റെസണൻസ്, അത് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കുന്ന എന്താ പ്രശ്നം? ഒന്നുമില്ല. അതായത് Z is equal to root of R square plus XL minus XC the whole square ആണ്. പക്ഷേ ഇമ്പിഡൻസിൻ്റെ സമയത്ത് എന്താണ്? ഇമ്പിഡൻസ് അല്ല, റെസണൻസിൻ്റെ സമയത്ത് എന്താണ്? XL to XC ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ XL 2 Ohm ആണ്, XC 2 ആയിരിക്കും. സോ 2 minus 2 0 ആയി പോകും. സോ Z is equal to R ആയിരിക്കും വരിക. സോ ആ മിനിമം വാല്യൂ ഓഫ് ഇമ്പിഡൻസ് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ആ വാല്യൂ ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതാ ട്രാൻസ്ഫോമറിനും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ന്യൂമറിക്കൽസ് ചോദിക്കാം. ഒമേഗ എല്ലും സിയും തന്നിട്ട് നമുക്ക് ഒമേഗ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സാധാരണ റെസണൻസ് ഫ്രീക്വൻസി എന്താ, അല്ലെങ്കിൽ ആ വാല്യൂ എത്രയാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ആ ഇക്വേഷൻസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഐഡിയ വേണം. പിന്നെ ട്രാൻസ്ഫോമർ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? ഇതെന്താണ്? AC വോൾട്ടേജിനെ റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, ജനറലായിട്ട് നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയാൻ എന്തായിരിക്കും? ഇപ്പം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് ഇൻ ദ പ്രൈമറി ബൈ കറണ്ട് ഇൻ ദ സെക്കൻഡറി ഈക്വൽ ടു എന്ത് വരും? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ന്യൂമറിക്കൽസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡറി വോൾട്ടേജ് ബൈ പ്രൈമറി വോൾട്ടേജ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈക്വൽ ടു കറണ്ട് ഇൻ ദ പ്രൈമറി ബൈ കറണ്ട് ഇൻ ദ സെക്കൻഡറി. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഡെറിവേഷനിൽ ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇതിനകത്ത് ന്യൂമറിക്കൽസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജും കറണ്ടും റിലേറ്റഡ് ആണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഈ രണ്ട് സൈഡ് എടുക്കുക. നമ്പർ ഓഫ് ടേൺസും കറണ്ടും വെച്ചിട്ടാണെങ്കിൽ ഈ രണ്ട് സൈഡ് എടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ എന്തായാലും ഈ ഫേസർ ഡയഗ്രാമും ഇത് ഡിറൈവ് ചെയ്യുന്ന സംഭവം പിന്നെ അതേപോലെ തന്നെ ന്യൂമറിക്കൽസ് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള ഒരു ഐഡിയയും കൂടെ ഉണ്ടെങ്കിൽ കഴിഞ്ഞു. ഓക്കെ, ഇനി വേണമെങ്കിൽ എന്താണ് പവർ ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ കൂടെ തരാം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഫൈൻ അല്ലേ പവർ ഫാക്ടർ എന്ന് വിളിക്കുക? കോസ് ഫൈനെ നമുക്ക് ഇക്വേഷൻ എന്താ? R/Z ആണ്. ഇതും കൂടെ ഓർത്ത് വെച്ചോ. ഓക്കെ, R/Z ആണ്. അല്ലെങ്കിൽ നോക്കിക്കോ, നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. ആ സെഡിൻ്റെ വാല്യൂ നമുക്കറിയാലോ. സോ R/Z ഈക്വൽ ടു R/√R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. എനിക്ക് എഴുതാം അല്ലേ? സോ ഇതായിരിക്കും പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ റെസണൻസ് കണ്ടീഷനിലുള്ള പവർ ഫാക്ടറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? റെസണൻസ് കണ്ടീഷനിലുള്ള പവർ ഫാക്ടറിൻ്റെ വാല്യൂ എത്ര എന്നായിരിക്കും? ആലോചിച്ച് നോക്ക്. R/√R സ്ക്വയർ പ്ലസ് റെസണൻസ് ആണെങ്കിൽ XL is equal to XC ആവും. സോ ഈ ടേം പോകും. സോ R/√R സ്ക്വയർ വിച്ച് മീൻസ് R/R വിച്ച് മീൻസ് 1. സോ റെസണൻസ് കണ്ടീഷനിലെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എത്രയാണെന്നൊക്കെ ചോദിക്കാം. റെസണൻസ് കണ്ടീഷനിൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഒന്നുമില്ല, R/√R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ച്. സോ റെസണൻസ് കണ്ടീഷനിൽ XL is equal to XC ആയതുകൊണ്ട് തന്നെ R/√R സ്ക്വയർ എന്ന് അല്ലെങ്കിൽ R/R എന്ന് വരും, അല്ലെങ്കിൽ 1 വരും. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് പവർ ഫാക്ടർ അറ്റ് റെസണൻസ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് അറ്റ് റെസണൻസ് ചോദിച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഞാനപ്പോൾ ന്യൂമറിക്കൽസ് ഈ സൈഡിലേക്ക് വേഗം ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും ന്യൂമറിക്കൽസ് ആയിട്ട് ഞാൻ തന്നുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇത്ര കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇത്രയും കാര്യങ്ങളെങ്കിലും നോക്കിയിട്ട് പോവാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.